നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ രജിസ്റ്റർ മാര്യേജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മയൂരി രണ്ട് മാല എടുത്ത് കൊടുക്കണം. ഒന്ന് വേണുവിൻ്റെ കയ്യിലേക്കും ഒന്ന് ലക്ഷ്മിയമ്മയുടെ കയ്യിലേക്കും കൊടുക്കണം. അങ്ങനെ പരസ്പരം ഒരു മാലയൊക്കെ അണിയിക്കുന്നുണ്ട്. ആ സമയത്ത് സേതു പറഞ്ഞു, ദേ നിങ്ങളുടെ കല്യാണം നടത്താൻ ഞാൻ കാരണം പൊന്നുമടത്തിൽ ഒരാൾ മതി. പൊന്നുമടത്തിൻ്റെ മാധവമ്മൻ്റെ ഭാര്യയായിട്ട് അത് പൂർണ്ണിമ മാത്രം മതി. ലക്ഷ്മിയമ്മ മേലെടുത്ത വീട്ടിലെ തറവാട്ടമ്മയാണ്. മേലെടുത്ത വീട്ടില് വേണുഗോപാലിന്റെ ഭാര്യയായിട്ട് വേണം ലക്ഷ്മിയമ്മ ഇരിക്കാനെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മിയമ്മ ഇങ്ങനെ നോക്കുകയാണ്. പിന്നീട് മയൂരി പറഞ്ഞു, അതെ നിങ്ങളൊന്ന് ചേർന്ന് നിൽക്കുക, ഒരു ഫോട്ടോസ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോസ് എടുത്തു. അവസാനം എല്ലാവരും കൂടെ ചേർന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ആ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു, എന്നാലും മോനെ നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കുകയാണ്. അതേ കരയല്ലമ്മേ, നല്ലൊരു ദിവസമായിട്ട് കരയാൻ പാടില്ല. ഒരുപക്ഷെ ഞാൻ നേരത്തെ അമ്മയോട് പറയുമായിരുന്നെങ്കിലേ ഈ സന്തോഷം അമ്മയുടെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം വേണുഗോപാൽ ചോദിച്ചു, അല്ല ഇനിയിപ്പം നിങ്ങൾ പൊന്നുമടത്തിലേക്ക് പോവല്ലേ എന്ന് ചോദിച്ചു. സേതു പറഞ്ഞു, അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടെ നടത്താനുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് വേണുഗോപാലിൻ്റെ കൈയും ലക്ഷ്മിയമ്മയുടെ കൈയും കൂടെ ഒന്നിച്ച് വെക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അതെ എൻ്റെ അമ്മയെ നോക്കിക്കോണം, പൊന്നു പോലെ നോക്കണം, ഒരു കുറവ് പോലും വരുത്തില്ലെന്ന് പറഞ്ഞു. അത് കേട്ടത് ലക്ഷ്മിയമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ലക്ഷ്മിയമ്മ സേതുവിനോട് പറഞ്ഞു, അതെ എന്നോട് ക്ഷമിക്കണം മോനെ, എത്ര ക്ഷമ പറഞ്ഞാലും മതിയാവില്ല നിന്നോട്. കാരണം ഞാൻ അത്രയ്ക്ക് ദ്രോഹം നിന്നോട് ചെയ്തിട്ടുണ്ട്. നിന്നെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, എന്നോട് ക്ഷമയൊന്നും പറയണ്ട. എനിക്ക് അമ്മേനെ അന്നും ഇന്നും ഇഷ്ടമായിരുന്നു. പിന്നെ ആ ഇഷ്ടം ഈയിടെ പ്രകടിപ്പിക്കാതിരുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ ഞാൻ എൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ചിലപ്പോൾ എൻ്റെ അടുത്തൊന്നും തിരിച്ചു പോകാൻ തോന്നില്ല മേലെടുത്തേക്ക്. അമ്മ മേലെടുത്ത് തറവാട്ടമ്മയാണ്, അമ്മ അവിടെയാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് മാത്രം, അല്ലാതെ അമ്മയോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. ലക്ഷ്മിയമ്മ സേതുവിൻ്റെ കെട്ടിപ്പിടിക്കുകയാണ്. സേതുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോനെ നിന്നെ മനസ്സിലാക്കാൻ ഞാൻ വൈകില്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുവാണ്. സേതു പറഞ്ഞു, അതെ എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയല്ലേ പറഞ്ഞ് ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ അമ്മയുടെ ആത്മാവിന് പോലും ശാന്തി കിട്ടത്തില്ല എന്ന്. ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായല്ലേ എൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. അതും കൂടെ കിടിഞ്ഞും പല്ലവിക്കും മയൂരിക്കും എല്ലാവർക്കും സന്തോഷമായി. ഇതേ സമയത്ത് എസ് പിയുടെ അടുത്ത് അഖിലുണ്ടായിരുന്നു. ആനന്ദകുമാറും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എസ് പി ചോദിച്ചു, അല്ല സ്വാതികയായിട്ട് സംസാരിച്ചിരുന്ന അഖിലിന് എന്താ മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആനന്ദകുമാർ പറഞ്ഞു, സാറേ അത് അതിനകത്തുനിന്ന് വ്യക്തമല്ലേ, പെങ്കൊച്ച് എന്തൊക്കെയോ പറഞ്ഞു, അതിനകത്തുനിന്ന് ഇപ്പം എന്ത് മനസ്സിലാക്കാനാ, അത്രയും കാര്യങ്ങളൊക്കെയല്ലേ മനസ്സിലാക്കാനായിട്ട് ഇയാൾക്കും പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം എസ് പി പറഞ്ഞു, എടോ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു കാര്യം കേട്ട് കഴിയുമ്പം അത് അയാളുടെ മൂന്നാം കണ്ണുകൊണ്ടാണ് കാണുന്നത്. കാരണം അത്ര ഈസി ആയിട്ട് നോർമലായിട്ടുള്ള സംസാരമാണെങ്കിലും അതിനകത്ത് നമുക്ക് പലതും ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതെനിക്കറിയില്ലേന്ന് ചോദിച്ചു. അല്ല താൻ എന്തെങ്കിലും കണ്ടെത്തിയോ, എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടായി പറയാണ് അഖിലിനോട്. അപ്പോഴേക്കും അഖിൽ പറഞ്ഞു, സാറേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പറയുന്ന മാധവമേനോട് ശത്രുതയുള്ളവർ കുറേ ആൾക്കാരുണ്ടെന്നാണ് കരുതുന്നത്. കാരണം ഈ പറയുന്ന മാധവമേനോന് രണ്ടാം ഭാര്യയും മക്കളുമായിരുന്നു, പൂർണ്ണാമ്മയും മക്കളും. അതുപോലെ തന്നെ ആദ്യ ഭാര്യയിൽ ഒരു മകനുണ്ടായിരുന്നു സേതുമാധവൻ. ഈ പറയുന്ന സേതുമാധവന് അച്ഛനോട് ഭയങ്കര വിരോധം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ മാധവമേനോൻ അങ്ങനെ ആയിരുന്നില്ല. മാധവമേനോന് തൻ്റെ മോനോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഈ പറയുന്ന പൊന്നുമടത്തിലെ പൂർണ്ണാമ്മയ്ക്കും മക്കൾക്കും ചിലപ്പോൾ അറിയായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ അവർ ചിലപ്പോൾ മാധവമേനോട് ശത്രുത കാണിച്ചോന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരിലാണോന്ന് അറിയില്ല. വിൽപത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും ആനന്ദകുമാർ പറഞ്ഞു, അതിന് വിൽപത്രം അതിന് ശേഷമല്ലേ പുറത്തു വന്ന മാധവന്റെ മരണത്തിന് ശേഷം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അഖിൽരാജ് പറഞ്ഞു, അത് മാത്രമല്ല സാറേ, കാരണം ഈ പറയുന്ന മാധവമേനോന്റെ കുടുംബത്തിൽ തന്നെ ശത്രുക്കളുണ്ടായിരുന്നു. ബിസിനസ്സിലും കുടുംബത്തിലെ ശത്രുക്കളുണ്ടെന്ന് വേണം കരുതാനായിട്ട്. ഒരു പക്ഷേങ്കിൽ ടെക്സ്റ്റ് ഷോപ്പും ബിസിനസ്സും കാര്യങ്ങളും വെച്ച് അങ്ങനെ കൊലപ്പെടുത്താനും ചാൻസ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന സേതു പിന്നീടാണ് ആ കുടുംബത്തിലേക്ക് വന്നത്. അങ്ങനെ തനിക്കറിയാവുന്ന കുറെ കണ്ടെത്തലുകളെ കുറിച്ചൊക്കെ പറയണം. അത് കേട്ടപ്പം എസ് പി പറഞ്ഞു, ശരിയാ, തൻ്റെ കണ്ടെത്തലുകളൊക്കെ ഏകദേശം ശരി തന്നെയാണ്. അറിയുന്തോറും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനുള്ള ആകാംക്ഷ നമുക്ക് എന്താണല്ലോ ഉണ്ടാവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ മരണത്തിന് ഉത്തരവാദികളെ പുറത്തു കൊണ്ടുവരണം. ആനന്ദകുമാർ പറഞ്ഞു, എങ്കിൽ പിന്നെ ഈ അഖിലല്ലാതെ വേറെ ആരെങ്കിലും ഏർപ്പാടാക്കിയ പോരെ സാറേ, നല്ല എഫിഷ്യൻ്റ് ആയിട്ടൊരു പോലീസ് ഓഫീസറെ ഏർപ്പാടാക്കിയ പോരെ. എസ് പി പറഞ്ഞു, അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അഖിൽ തന്നെ ഈ കേസ് അന്വേഷിച്ചാൽ മതി. അതിന് എന്ത് വഴി സ്വീകരിക്കാം, എന്ത് വളഞ്ഞ വഴിയിൽ കൂടെ പോയിട്ടാണെങ്കിൽ ശരി. ഈ കേസിൻ്റെ പിന്നിൽ ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ ആരൊക്കെ ഉള്ളതെന്ന് അത് എത്രയും പെട്ടെന്ന് തെളിയിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടെയാണ്. നമുക്കത് തെളിയിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അഖിൽ പറഞ്ഞു, താങ്ക് യു സാറെന്നും പറഞ്ഞിട്ട് അഖിൽ അങ്ങോട്ടേക്ക് പോയി. ഇതേ സമയം സേതു പല്ലവിയും കൂടെ വീട്ടിലേക്ക് പോവാണ്. സേതു പറഞ്ഞു, ഇപ്പോഴാണ് മനസ്സിനൊരു സന്തോഷമായത്. ചിലരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ ബാങ്ക് ബാലൻസും കോടികളും വലിയ വീടും കാറുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും.
പക്ഷെ എനിക്കങ്ങനെയല്ല. എനിക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ എനിക്ക് വലുത്. കാരണം ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പം ഞാൻ മനസ്സിലൊരു സന്തോഷം കണ്ടെത്താറുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മൾ പലതും സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു, ശരിയായിരിക്കും. പക്ഷേങ്കിൽ എന്താ പല്ലവി? പക്ഷേങ്കിൽ എന്താ? ഒന്നുമില്ല എന്ന് പറഞ്ഞു. സേതു പറഞ്ഞു, നിനക്കറിയാലോ, ഞാൻ വേറെ കൂടുതലായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അമ്മയുടെ സന്തോഷം അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. നമ്മൾ പാമ്പിനെ പാല് കൊടുത്ത് വളർത്തി വെറുതെ എന്തിനാ അതിൻ്റെ കടിയേറ്റ് വാങ്ങുന്നേ? എന്നാ അതിനേക്കാളും ഭേദമല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നന്മകളൊക്കെ ചെയ്യുന്നേ. നമ്മൾ ക്ഷമിക്കണം. ക്ഷമിക്കാൻ പറ്റുന്നവരാണ് നമ്മൾ ക്ഷമിക്കുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. ചില പാമ്പുകളുണ്ട്, നമ്മൾ എത്ര പാല് കൊടുത്തെന്ന് പറഞ്ഞാലും അതിൻ്റെ വിഷം പോകത്തില്ല. അത് കടിച്ചിട്ടുണ്ട് നമുക്ക് ഏൽക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞിട്ടും പല്ലവിയുടെ മുഖം തെളിയാതെ വന്നു കഴിഞ്ഞപ്പോൾ സേതു വെച്ചു, എന്താ പല്ലവി, ഇത്ര സമയമായിട്ട് ഇത്ര നല്ല സന്തോഷകരമായ കാര്യം നടന്നിട്ടും നിന്റെ മുഖം തെളിയാത്തെ? എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ, കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു. അതിന് ഞാൻ കോളേജിലേക്ക് പോയില്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് സേതു വെച്ചു, പിന്നെയോ? അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് സേതു കേട്ടാന്ന് പറഞ്ഞു. കാര്യം എന്താന്ന് ചോദിച്ചു. പിന്നീടാണ് പല്ലവി കാര്യം പറയണേ. താന് ശ്രീഹരി ഋതുവിൻ്റെ പിന്നാലെ പോയതും ഋതുവിനെ കണ്ടെത്തിയതും രക്ഷിച്ചതായ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സേതുവിന് സഹിച്ചില്ല. സേതുവിന് ആകെപ്പാടെ സങ്കടമായിപ്പോയി. ഇത്ര സമയം ഉണ്ടായിരുന്ന സന്തോഷമില്ല, ഒരു നിമിഷം കൊണ്ട് പോയി. എന്ത് പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. പല്ലവി പറഞ്ഞ്, സേതുവേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ഇപ്പൊ ഋതുവിന് ഒരു പ്രശ്നമില്ല. ഋതുവിനെ ശ്രീഹരിയോടൊപ്പം പറഞ്ഞു വിട്ടിട്ടാ ഞാൻ അങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറഞ്ഞ് സേതുവിനെ ആശ്വസിപ്പിക്കുകയാണ് പല്ലവി. ഇതേ സമയത്ത് കുറുപ്പ് പൊന്മടത്തിലേക്ക് വന്നു. അങ്ങനെ ശ്രീഹരിയായിട്ട് സംസാരിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കുറുപ്പ് മുഖം തിരിച്ചു. ആ സമയം ഇന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ കുറുപ്പമാവ എന്നോടൊരു ദേഷ്യം പോലെ? എന്നോട് ദേഷ്യം എന്താ? അതേ, ഞാൻ പഴയതുപോലെ ഒന്നുമല്ല, ഞാൻ നന്നായി കിട്ടോ, എൻ്റെ പഴയ സ്വഭാവമൊക്കെ മാറി. അല്ലെങ്കിൽ ഈ ശ്രീഹരിയോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു, അത് ശരിയാ, പഴയ സ്വഭാവം കുറേ മാറിയിട്ടുണ്ട്. ഇപ്പൊ ആട്ടുംതോലിട്ടാ നടക്കുന്നേ. എപ്പോഴാണ് ആ തോലൂരി പോണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആ തോലൂരി പോയിട്ടുണ്ട്, പഴയ ചെന്നായ തന്നെ ആവുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ് ശ്രീഹരിയെ. അതേ സമയത്താണ് പൂർണിമ അച്ഛനും കൂടെ അങ്ങോട്ട് വരുന്നത്. പൂർണിമ എന്നിട്ട് ചോദിച്ചു, ആഹാ, ഇതാരെ കുറിപ്പേട്ടനോ? ഇതെന്താ കുറിപ്പേട്ട? ഒന്ന് പറയുക പോലും ചെയ്ത പെട്ടെന്നൊരു വരവ്. ടെക്സ്റ്റൈൽ ഷോപ്പിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചു. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിക്ക് നോക്കുന്നുണ്ട്. പിന്നെ എന്ത് പറ്റി? അതെ, ഞാനൊരു അപേക്ഷയായിട്ടാണ് വന്നേ. അപേക്ഷ? എന്താ അപേക്ഷ? പിന്നീട് കുറിപ്പ് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ആ സമയത്ത് ഇന്ദ്രൻ പുറത്തേക്കുന്നു. ഇതെന്താ അപേക്ഷ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. കാറിനോട് ചാരി നിൽക്കുന്ന പ്രതാപനെ. പൂർണ്ണിമയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി വന്ന പ്രതാപനെ കണ്ടു. ഈ സമയം കുറിപ്പ് പറഞ്ഞു, അതെ, ഞാനേ പ്രതാപനെ കൊണ്ട് വന്നാന്ന് പറഞ്ഞു. പ്രതാപനോ? ഇവനെന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? ഒന്നുമല്ലേലും നിന്റെ സഹോദരനല്ലേ, നീ ഇന്ദ്രനോട് ക്ഷമിച്ചില്ലേ, പിന്നെ അവനോട് ക്ഷമിച്ചുകൂടെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, കുറിപ്പേണ് ഇത് എന്തറിഞ്ഞിട്ടാ? എനിക്കറിയാം കാര്യങ്ങൾ. പ്രതാപൻ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇന്ദ്രനെ ചോർത്തി കൊടുത്തു. തെറ്റ് തന്നെയാ, പക്ഷെ നീ ഇന്ദ്രനോട് പുറത്തില്ലേ, അപ്പൊ പിന്നെ എന്തുകൊണ്ട് പ്രതാപനോട് പുറത്തുവിടാ? അവനൊന്നും നിന്റെ ചോരയല്ലേ. അപ്പോഴേക്കും പ്രതാപം വന്നിട്ടുള്ള, ചേച്ചി എന്നോട് ക്ഷമിക്കുക ചേച്ചി എന്ന് പറഞ്ഞു. അച്ഛ പറഞ്ഞു, അതെ അമ്മേ, ഇയാളും കൂടെ ഇവിടെ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ദ്രനും ഇയാളും കൂടെ ചേർന്നിട്ട് വീണ്ടും ഈ വീട് കുട്ടിച്ചോറാക്കും, അറിയാലോ. ആ സമയത്ത് പ്രതാപം പറഞ്ഞു, എന്നോട് ക്ഷമിക്കുക ചേച്ചി എന്ന് പറഞ്ഞ് അവളുടെ കാലിലേക്ക് വീഴുവാണ് അങ്ങനെ പൂർണ്ണിമയുടെ. ആ സമയത്ത് പൂർണ്ണിമ കാലം കൂടെ മാറ്റി. പ്രതാപൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേ? എന്നെ കൂടെ നശിപ്പിക്കാനാണോന്ന് ചോദിച്ചു. പ്രതാപൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും കുറുപ്പ് പറഞ്ഞു, ഇവനെ പോലുള്ള ഒരുത്തിന് ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് പ്രതാപനെയും കൂടെ നിർത്തിക്കൂടാ? പ്രതാപനും കൂടെ നിർത്താൻ പറയാണ്. കാരണം കുറുപ്പിന്റെ ആവശ്യമായിരുന്നു പ്രതാപൻ അവിടെ നിൽക്കേണ്ടത്. കാരണം പ്രതാപന് കുറുപ്പിന്റെ പല കള്ളത്തരങ്ങളും അറിയാം. അല്ലെങ്കിൽ അതൊക്കെ വിളിച്ചു പറയുന്നൊരു ഭയമുണ്ട്. പ്രതാപനാണ് പറഞ്ഞത് തനിക്ക് എവിടെ കയറണം എന്നുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറുപ്പ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.